അനുപമ വരും. അനുപമ ഇപ്രാവശ്യം വലിയ എന്താ പറയാ ക്രീമിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാണ്ട് നമ്മളെപ്പോഴും കുറ്റം പറയുന്നല്ലേ പൈസ് ഉണ്ടാക്കണോ ടാർട്സ് ഉണ്ടാക്കണോ അതുകൊണ്ടൊരു കേക്ക് ആയിക്കോട്ടെ. ബേക്കിംഗ് മാസ്റ്റർ കൂടെയാണ്, വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പറഞ്ഞല്ലോ നാടൻ കേക്ക് ഒരു ഹൗസ് വൈഫിന് ഉണ്ടാക്കാൻ പറ്റുന്ന നാടൻ കേക്ക്. ഭയങ്കര ട്രെയിനിങ് ഒന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാർക്ക് നാടൻ എന്നുള്ളൊരു പേരും കൂടെ ഇട്ടു. നാടൻ കേക്ക്, ബനാന കേക്ക്. അലങ്കാരമൊക്കെ ഗംഭീരമായിട്ടുണ്ട്, തീമാറ്റിക് ആയിട്ട് തന്നെ. ഇനി നമ്മൾ അതൊന്ന് കാണാം അല്ലേ, എങ്ങനെയാണ് അനുപമ. അപ്പോൾ അനുപമ എങ്ങനെയാണ് ഈ ബനാന കേക്ക് തയ്യാറാക്കിയെന്ന് കണ്ടു നോക്കാം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന കൊണ്ടൊരു കേക്കാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ബട്ടർ 150 ഗ്രാം, മൈദ 220 ഗ്രാംസ്, ബനാന ഒരു 2 ചെറുത് അതിൽ ചേർക്കാൻ വേണം. പിന്നെ ബാക്കിയെല്ലാം ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. വാൾനട്ട് കുറച്ച്, പഞ്ചസാര 220 ഗ്രാം പൊടിച്ചത്, പിന്നെ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ. അനുപമ സ്ട്രോങ് പോയിന്റ്സ് ഒക്കെ എടുത്ത് നിൽക്കുകയാണ്. എനിക്ക് അനുപമയ്ക്ക് ഈ ബനാന തന്നെ ഒരു തീമായിട്ട് തന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം എത്തി എന്താ പറയുമോ, അനുപമ എന്തായിരിക്കും ചിന്തിക്കുക എന്നാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ ഞാൻ വെച്ചൊരു ടാർട്ട് അല്ലെങ്കിൽ ഒരു പൈ, അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ബനോഫി പൈ ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്ലാൻ എന്ന് ചോദിച്ചു. ആക്ച്വലി അതാണോ? അല്ല, അതങ്ങനെ ഇനി പൈ ചെയ്യേണ്ട വിചാരിച്ചു. സന്തോഷം. പൈ വേണ്ടാന്ന് തീരുമാനം എടുത്തല്ലേ. കാര്യം നമുക്കെല്ലാവരും മനസ്സിലുണ്ട് എന്തായാലും കുറേ പൈസ അല്ലേ ഇപ്പോൾ കുറേ നിരന്തരമായിട്ട് പല റൗണ്ട്സിലും പൈ അങ്ങനത്തെ ഒരു ബേക്കിംഗ് ലെവലിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ സംതിങ് ഡിഫറെൻറ്റ്. ബനാന കേക്കാണ് ചെയ്യുന്നത്. ബനാന കേക്ക് വിത്ത് ബനാന സോസ്, ഒരു സോസും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ബനാന ഒരു കാരമലൈസ് ചെയ്തൊരു സോസ് ബനാന കേക്ക്. അപ്പോൾ ഒരു തീമാറ്റിക് ആയിട്ടൊരു ബനാനയ്ക്ക് തന്നെ കൂടുതൽ പ്രാധാന്യം. ക്രീം ഒന്നും യൂസ് ചെയ്യുന്നില്ല. ക്രീമില്ല. ക്രീം ലേഡിയുടെ ക്രീമൊക്കെ മാറ്റി വെച്ചു അല്ലേ? അല്ല, ഷെഫ് എപ്പോഴും പറയായിരുന്നില്ല ക്രീം ലേഡി എന്ന്. ഒരു ക്രീമും യൂസ് ചെയ്യുന്നില്ല അല്ലേ? ഫ്രഷ് ക്രീമും ഇല്ല, വിപ്പിംഗ് ക്രീമും ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ കോമ്പറ്റീഷൻ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു അല്ലേ, പരസ്പരം മത്സരിക്കാനായിട്ട്? ഈ അടുത്ത കാലത്തല്ലേ അങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് കയറിയത് ആണോ? അതെ, എങ്ങനെയെങ്കിലും അല്ലേ അടുത്ത നെക്സ്റ്റ് ലെവലിൽ. ഈ ഒരു റൗണ്ടിൽ ഒരു എലിമിനേഷൻ ഡയറക്റ്റ് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. അനുപമയ്ക്ക് പക്ഷേ കുഴപ്പമില്ല, പുഡിങ്സും ബേക്കിങ്ങും ഒക്കെ സ്ട്രോങ് പോയിന്റ്സ് ആണ്, അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബനാന അങ്ങനെ ചിന്തിച്ചത് നന്നായി. ബനാന കൊണ്ട് ഒരു കേക്ക്, പിന്നെ പക്ഷേ നല്ല ഫ്ലേവറുള്ളൊരു കാര്യമല്ലേ റോബസ്റ്റ? അതെ, ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ലാണ് ബനാന. കംഫർട്ടബിൾ ആണ്. അതെ, ഇത് ഈ ഐറ്റം ആണെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബനാന കേട്ടപ്പോൾ സന്തോഷമായി. ശരി, നടക്കട്ടെ. ആദ്യം നമുക്ക് ബട്ടർ ഒന്ന് അടിച്ച് പതിപ്പിക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ ചേർക്കുക. നമുക്ക് ബട്ടറും പഞ്ചസാരയും കൂടി അടിക്കാം. ഇങ്ങനെ ചെയ്യണ ഇതിന് ഈ മെത്തേഡിന് പറയുന്നതാണ് ക്രീമിംഗ് മെത്തേഡ്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർക്കാം. ഓരോരോ മുട്ടയായിട്ട് ചേർക്കാം. 3 മുട്ടയാണ് ആവശ്യമുള്ളത്. മൈദയിലേക്ക് ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ. ഇത് അരിച്ചെടുക്കുക. നമുക്ക് മൈദ ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് പഴവും കൂടെ ചേർക്കണം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം, കുറച്ച് വാൾനട്ടും കൂടെ ചേർക്കുക. ഒരു ഫ്ലേവറിന് വാനില എസൻസ് ചേർക്കുക. നമുക്കിനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കേക്ക് മിക്സ്ചർ ഈ പാനിലേക്ക് മാറ്റാം. നേരത്തെ ബട്ടർ തേച്ചിട്ട് ഒരു ബട്ടർ പേപ്പർ ഇട്ട ഒരു പാനാണിത്. ഇതിലേക്ക് നമുക്ക് മാറ്റാം.
ഈ ട്രേ നമുക്ക് പതുക്കെ തട്ടി കൊടുക്കുക. ഓവൻ നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. 10 minutes പ്രീ ഹീറ്റ് ചെയ്യുക. ഒരു 160-170 ബേക്കിംഗ് മോഡിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. പ്രീ ഹീറ്റഡ് ഓവനിലേക്ക് നമുക്ക് ഈ കേക്ക് ഒരു ½ an hour വെച്ചിട്ട് ബേക്ക് ചെയ്യാം. ഈ കേക്കിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്കൊരു സോസ് ഉണ്ടാക്കാം. അത് ഗ്രേപ്സും ബനാനയും കൊണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഗ്രേപ്സ് ഒന്ന് ചെറുതായിട്ട് വേവിക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുക. ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രേപ്സ് കുരു കളഞ്ഞ് ഉടച്ചെടുക്കുക. ബട്ടർ ഇടുക. അതിലേക്ക് കുറച്ച് പഞ്ചസാര, ഷുഗർ ഇട്ടിട്ട് ഒന്ന് കാരമലൈസ് ചെയ്യുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പഴം ഇടുക. ഇതൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. ഈ ബനാനയും ഗ്രേപ്സും കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇതാണ് ഗ്രേപ്സും ബനാനയും കൂടെ അടിച്ചു വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് വെച്ചിട്ട് ഒരു സോസ് പോലെ ഉണ്ടാക്കാം. കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി വയ്ക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്രേപ്സും ബനാനയും കൊണ്ട് ഉള്ള മിശ്രിതം അതൊക്കെ ഒന്ന് ചൂടാക്കാനിടുക. കുറച്ച് വെള്ളം ചേർക്കുക. കുറച്ച് പഞ്ചസാര ഇടുക. ഈ സോസ് ഒന്ന് കുറുകാൻ വേണ്ടി കുറച്ച് കോൺഫ്ലവർ ചേർക്കുക. നമുക്കിതിലേക്ക് ഒരു നുള്ള് കളർ ചേർക്കാം. ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. കേക്ക് തയ്യാറായിട്ടുണ്ട്. നമുക്കത് ഇനി ഓവനിൽ നിന്ന് മാറ്റാം. ഏതാണ്ട് അടുത്ത ഫിനിഷിംഗ് സ്റ്റേജ് എത്തിയല്ലേ? എത്തി. കേക്ക് ഇനി ചൂടാറിയിട്ട് ഈ സോസ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ബനാന കാരമലൈസ് ചെയ്തത് ഇടും. ഇതിൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. ബനാന കേക്ക് ഇതൊരു ഹോം മെയ്ഡ് ബനാന കേക്ക്. കൂടുതൽ വിപ്പിംഗ് അങ്ങനെയൊന്നുമില്ല. ഒന്നുമല്ല. സിമ്പിൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റാവുന്ന. ഡിമോൾഡ് ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നേ ഉള്ളൂ അല്ലേ? ഇത് ഗ്രേപ്സ് ആണോ? ഗ്രേപ്സും ബനാനയും കൂടെ ഒരു സോസ് ഉണ്ടാക്കി മിക്സാക്കി പിന്നെ അത് മുകളിൽ ഡെക്കറേറ്റ്. ക്രീമിനെ ഓർമ്മ വരുന്നുണ്ട് എവിടെയെങ്കിലും? ഭംഗിയുണ്ടായിരുന്നു തന്നെ. കുറച്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഡെക്കറേറ്റ് ചെയ്യാം. ഈ സോസും ഈ കാരമലൈസ്ഡ് ബനാനയും വെച്ചിട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. ബനാന കേക്കിൻ്റെ മേക്കിംഗ് കണ്ടു. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഞങ്ങൾ ആ മേളിലത്തെ ടോപ്പിങ്ങും കൂടെ ചേർത്ത് കഴിക്കണം അല്ലേ? അങ്ങനെയല്ലേ? മധുരം ലേശം കുറവാണ്. ബനാന ആൻഡ് ഗ്രേപ്പ് സോസാണത് മുകളിലിട്ടിരിക്കും. ആ ഗ്രേപ്പ് സോസിനെയും കൂടെ കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ട് തിക്കാക്കി അതിനെ കൂടി അല്പം കയറ്റണം അല്ലേ? അല്ല, ടോപ്പിംഗ് കൂടെ ആകുമ്പോൾ കറക്റ്റ് മധുരം. പക്ഷേ ടോപ്പിംഗ് സഫീഷ്യൻ്റ് അല്ല ഇതിനെല്ലാം. ഓക്കെ, ഇച്ചിരി ഡ്രൈ ആണ്. ബനാന ഫ്ലേവർ ഉണ്ടെന്നേ ഉള്ളൂ. കുറച്ചുകൂടെ സ്വീറ്റ് ആകാം. കുഴപ്പമില്ല. ഇറ്റ്സ് ഗുഡ്. നാടൻ തന്നെയാണ്. ടു സിമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഓക്കെ, താങ്ക് യു.